CPM എന്ന കപ്പൽ ഇപ്പോൾ ആടി ഉലയുകയാണ്. ഇനിയും പാഠങ്ങൾ ഉൾക്കൊണ്ട തിരുത്തലുകൾ വരുത്തിയില്ലെങ്കിൽ ഈ കപ്പൽ അധികം വൈകാതെ തന്നെ ആടി ഉലഞ്ഞ് താഴെ വീഴുന്ന കാഴ്ച കാണേണ്ടി വരും. തോൽവിക്കുള്ള മുഴുവൻ കാരണവും മുഖ്യമന്ത്രിയുടെ തലയിൽ വീണിരിക്കുകയാണ്. എന്തായാലും തിരുത്തേണ്ടിയിരിക്കുന്നു. കാരണം പിണറായി വിജയൻ എന്ന പേരെടുത്ത് പറയാൻ ഭയമുള്ള നേതാക്കൾ പോലും ഇന്ന് പാർട്ടിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം പിണറായി വിജയൻ തന്നെയാണ് എന്ന് പറയാൻ യാതൊരു മടിയുമില്ലാതെ ആയിരിക്കുകയാണ്. ഏതായാലും എല്ലാ രഹസ്യങ്ങളും ഇന്ന് അങ്ങാടിപ്പാട്ടാണ്, അല്ലെങ്കിൽ പാട്ടാക്കുകയാണ് സ്വന്തം അണികൾ എന്ന് തന്നെ വളരെ കൃത്യമായി തന്നെ നമുക്കിപ്പോൾ പറയേണ്ടി വരും. ഇപ്പോഴിതാ മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത ആരോപണവും ഉന്നയിച്ച ജില്ലാ കമ്മിറ്റി അംഗത്തോട് വിശദീകരണം ആവശ്യപ്പെട്ട CPM കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടന്ന CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിക്കും CPM നേതാക്കൾക്കുമെതിരെ ശക്തമായ വിമർശനമുണ്ടായിരിക്കുന്നു. കമ്മിറ്റിയിലെ ആദ്യ ദിനമാണ് ജില്ലാ കമ്മിറ്റി അംഗമായ കരമന ഹരി തലസ്ഥാനത്തെ ഒരു മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കളയിൽ വരെ സ്വാധീനമുണ്ട് എന്ന അഭിപ്രായവുമായി രംഗത്ത് വന്നത്. ഇത് പാർട്ടിയിൽ വലിയ രീതിയിലുള്ള ഭിന്നതയുണ്ടാക്കിയിരിക്കുന്നു. തുടർന്ന് മേൽ കമ്മിറ്റിയുടെ പ്രതിനിധിയായി പങ്കെടുത്ത M സ്വരാജ് ആ മുതലാളിയുടെ പേര് പറയണമെന്നും വെറുതെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കരുതെന്നും പറഞ്ഞ് പാർട്ടിയിൽ കൂട്ട അടി നടക്കുന്ന അവസ്ഥയാണ്. എന്നാൽ കരമന ഹരി മറുപടി നൽകിയില്ല. തുടർന്നാണ് ഹരിയുടെ പരാമർശം പരിശോധിക്കുമെന്നും വിശദീകരണം നൽകണമെന്നും പാർട്ടി ആവശ്യപ്പെട്ടത്. മുഖ്യമന്ത്രി, മന്ത്രി PA മുഹമ്മദ് റിയാസ്, സ്പീക്കർ AN ഷംസീർ എന്നിവർക്കെതിരെ ജില്ലാ കമ്മിറ്റിയിൽ വലിയ വിമർശനമാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം കമ്മിറ്റിയിൽ കരമന ഹരി പങ്കെടുത്തില്ല. തലസ്ഥാനത്തെ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായിയുമായി AN ഷംസീറിന് ബിസിനസ് ബന്ധമുണ്ടെന്ന് ചില ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ആരോപിച്ചിരുന്നു. പാർട്ടി പ്രവർത്തകർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്തിടത്ത് ഷംസീറിന് എന്ത് ബന്ധമാണെന്നും ചിലർ ചോദിച്ചു. പാർട്ടിയുടെ ന്യൂനപക്ഷ സമീപനം കമ്മ്യൂണിസ്റ്റ് രീതിയല്ല എന്ന ചില അംഗങ്ങളുടെ ആരോപണത്തിന് ജില്ലാ സെക്രട്ടറി നൽകിയ മറുപടിയും ബഹളത്തിന് ഇടയാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ. നഗരസഭയുടെ പ്രവർത്തനവും മേയറുടെ ശൈലിയും കമ്മിറ്റിയിൽ വലിയ വിമർശനത്തിനിടയാക്കിയിരുന്നു. മാത്രമല്ല CPM കോട്ടയം ജില്ലാ നേതൃത്വം നൽകുന്നതും പാർട്ടിയിൽ തിരുത്തലുകൾ വേണമെന്ന ആവശ്യം ഉണ്ടായി. ഏറെ നാളേക്ക് ശേഷം കോട്ടയത്തെ CPM യോഗത്തിലും തുറന്നു പറച്ചിലുകളുണ്ടായി. ലോക്സഭാ തോൽവിയുടെ ഉത്തരവാദി മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന കുറ്റപ്പെടുത്തലാണ് യോഗത്തിനെ ശ്രദ്ധേയമാക്കിയത്. CPM സംസ്ഥാന സമിതിയുടെ റിപ്പോർട്ടിനപ്പുറം പ്രശ്നങ്ങളുണ്ടെന്നും തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ട് നഷ്ടവസന്തം തിരിച്ചുപിടിക്കാൻ കഴിയില്ലെന്നും കോട്ടയത്തെ CPM തിരിച്ചറിയുന്നു. കോട്ടയത്ത് ഇടതുപക്ഷത്തിനു വേണ്ടി മത്സരിച്ചത് കേരള കോൺഗ്രസിന്റെ തോമസ് ചാഴിക്കാടനാണ് എന്ന് പറഞ്ഞ് തോൽവിയുടെ ഉത്തരവാദിത്വം കേരള കോൺഗ്രസിന്റെ തലയിൽ കോട്ടയത്തെ CPM കെട്ടിവെക്കുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ പലതും ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള അവമതിപ്പുണ്ടാക്കി, പിണറായി വിരുദ്ധതയുണ്ടാക്കി. കോട്ടയം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയം വിലയിരുത്താൻ ചേർന്ന യോഗത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മറ്റു മന്ത്രിമാർക്കുമെതിരെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ രൂക്ഷ വിമർശനം ഉയർന്നത്. കോട്ടയത്തെ പരാജയത്തിന് കാരണവും പിണറായിയാണെന്ന് കുറ്റപ്പെടുത്തുന്നു. അതിർവിട്ട ആ ശകാരത്തിന് നൽകേണ്ടി വന്ന പ്രതിഫലമാണ് ഈ തോൽവിയെന്നും CPM ജില്ലാ കമ്മിറ്റി നേതൃത്വം പറയുന്നു. ഏതായാലും ഏതോ ഒരു സിനിമയിൽ പറയുന്നത് പോലെ ഹോമം വേണം എന്നുള്ളതിന് പകരം തിരുത്തൽ വേണം എന്ന് തന്നെയാണ് ഇപ്പോൾ CPM പറയുന്നത്. കാരണം നാൾക്കുനാൾ ശത്രുക്കളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ പരാജയത്തിന് ഭരണവിരുദ്ധ വികാരം കാരണമായെന്ന വാദം 3 ദിവസമായി ഡൽഹിയിൽ നടന്ന CPM കേന്ദ്ര കമ്മിറ്റി ഇപ്പോൾ തള്ളിയിട്ടില്ല. തോൽവിയിൽ ആഴത്തിലുള്ള പരിശോധന നടത്തുമെന്നും പരാജയ കാരണങ്ങൾ പഠിക്കുമെന്നും ഇപ്പോൾ CPM പറയുന്നുണ്ട്. എങ്കിലും ഇനി ഒരു തുടർഭരണം കേരളത്തിന് CPM ഉണ്ടാകുമെന്നത് സ്വപ്നം മാത്രമായി മാറുകയാണ്.